ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ട്രാവലിറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ വിഭവമായിട്ടാണ്, ഒരു ട്രഡീഷണൽ ഐറ്റവുമായിട്ടാണ്. അത് വേറെ ഒന്നല്ല, നമ്മൾ കേരള വെജിറ്റേറിയൻ സദ്യയിൽ, കല്യാണ സദ്യകളിൽ, കേരള ട്രഡീഷണൽ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരൈറ്റമാണ് പച്ചടി. അതിൽ തന്നെ ബീറ്റ്റൂട്ട് പച്ചടിയാണ് നമുക്ക് സദ്യയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മെയിൻ പച്ചടികളിലൊന്നും. അപ്പോൾ ആ ബീറ്റ്റൂട്ട് പച്ചടി, നമ്മുടെ സദ്യ സ്റ്റൈൽ ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ കാറ്ററിംഗുകാരും പാചകങ്ങളിലൊക്കെ എങ്ങനെയാണ് സദ്യകളിൽ ബീറ്റ്റൂട്ട് പച്ചടി ചെയ്യുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, നമ്മൾ താളിക്കാനായിട്ട് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ ചെറിയ തേങ്ങയിൽ ജീരകവും വെളുത്തുള്ളി, പച്ചമുളകും, ഇഞ്ചി, കടുകും ചേർത്ത് അരച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 1/2 കിലോ ബീറ്റ്റൂട്ട് നമ്മൾ വേവിച്ച് അതോടച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ താളിക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ജോനൂട്ടനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സദ്യയുടെ ഓർഡർ ഉള്ളപ്പോൾ ആൾക്ക് ഈ പച്ചടികൾ, അത് ബീറ്റ്റൂട്ട് പച്ചടി എന്ന് മാത്രമല്ല, പച്ചടി ആയാലും കിച്ചടി ആയാലും ആൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ അടിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവനെയും കൂടെ കണ്ടിട്ടാണ് നമുക്ക് വേണ്ടി വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സദ്യകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ ആ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന അളവും നിങ്ങൾക്ക് കിട്ടും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന അളവ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡാലിയത്തിൻ്റെ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ താളിക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പച്ചടി ചെയ്തെടുത്തിട്ട് ലാസ്റ്റാണ് താളിച്ചൊഴിക്കുന്നത്. ഇതിപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ആദ്യം തന്നെ കടുകും വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഫസ്റ്റ് താളിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ട് അപ്പോൾ നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ആദ്യം കുറച്ച് കടുക് ചേർക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വന്നിട്ട് നമുക്കിവിടെ അരിഞ്ഞിരിക്കുന്ന കുറച്ച് ചെറിയുള്ളി ഞാൻ വരുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളത് ചേർത്ത് കൊടുക്കാൻ മതി. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇഞ്ചിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം, ജലാംശം മറ്റുമായിട്ട് നമ്മൾ മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരച്ചിടുമ്പോൾ അരച്ച് ചേർക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അരപ്പ് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പച്ചക്കടുക്, ഇതൊരു മെയിൻ ഐറ്റമായിട്ട്. ഈ പച്ചക്കടുക് ചേർക്കണം, മറക്കരുത്. അപ്പോഴാണ് കറക്റ്റായ ഒരു ട്രഡീഷണൽ സദ്യയുടെ പച്ചടിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതൊന്ന് മൂത്ത് വന്നിട്ട് കാണാം. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പ് കടുകൊക്കെ താളിച്ചു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാരപ്പിട്ട് നമ്മളിതിപ്പോൾ അത് വരട്ടിയെടുക്കണം. നന്നായിട്ട് വരട്ടിയെടുക്കണം. നന്നായിട്ട് എന്നാലാണ് അതിൻ്റെ ജലാംശം, തേങ്ങയുടെ ജലാംശം കിട്ടുന്നത്.
അത് കുറച്ച് ദിവസം നമുക്ക് ഇരിക്കും, പുറത്തായാലിരിക്കും. നമുക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സദ്യക്ക് ഞങ്ങളൊക്കെ കാളം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തേങ്ങയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ തൈര് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തേങ്ങയുടെ ജലാംശം വലിയുന്നതിൻ്റെ കൂടെ തൈരിൻ്റെ ജലാംശം കൂടെ വലിയും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 2-3 ആഴ്ച നമുക്ക് പുറത്ത് തന്നെ അത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ചിലവർ പറയും തൈര് അങ്ങനെ ഒഴിച്ചാൽ പിരിഞ്ഞു പോകില്ല. ഒരിക്കലുമില്ല. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. തീ കുറച്ച് വയ്ക്കുക, തിളയ്ക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുക ഈ ചെയ്യുന്ന സമയത്ത്. അതാണ് അതിന് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ കുറച്ചുണ്ടാക്കുന്ന കാരണം നമ്മൾ തൈര് ഇതിൻ്റെ തേങ്ങയുടെ കൂടെ ഇടുന്നില്ല, തൈര് സെപ്പറേറ്റ് തന്നെയാണ് ഒഴിക്കുന്നത്. ഞാൻ ആ ഒരു ടിപ്പ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. നമ്മൾ തേങ്ങ ഇതായി വന്നുണ്ട്, നല്ല വരണ്ട് വരുന്നുണ്ട്, വെള്ളമൊക്കെ വെച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങ ഇതുള്ളത് ഈ ചട്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ ഇതുണ്ടോ തേങ്ങ വരണ്ട് വരുന്നതിൻ്റെയാണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ മുഴുവനായിട്ട് കുറച്ച് വെക്കുക. മറ്റൊരു ഞാൻ ആദ്യം തീ കയറ്റി വെച്ചെന്ന് വെച്ചാൽ പെട്ടെന്ന് ജലാംശം കൂടി ഒരു പെട്ടെന്ന് വരികാനായിട്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പം തന്നെ നമ്മളിതൊന്ന് ഇതുപോലെ വരച്ചെടുക്കുക. കാരണം ഇതിനകത്ത് ഒരുപാട് നേരം ഇത് നമ്മൾ ചിരണ്ടി എടുക്കാതിരുന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. നമ്മൾ പറയില്ല ഒരുപാട് മൂത്ത് പോയിട്ട് പറയില്ല, ആ ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ഇത് വന്നു തുടങ്ങുമ്പോൾ തന്നെ തേങ്ങയുടെ ജലാംശം വറ്റി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീ മുഴുവനായിട്ടും കുറച്ച് വെക്കുക. ഇനി ഇങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ തീ കുറച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ താളിക്കുന്നത് നമുക്ക് ഈ തേങ്ങയൊക്കെ ആദ്യം ഇട്ടിട്ട് ഈ പച്ചരി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ താളിക്കാം കേട്ടോ. നമ്മളിത് വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്തെന്ന് മാത്രമേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ്, ഇപ്പോൾ സദ്യയുടെ ഐറ്റംസോ അല്ലാതെ നോൺ ഐറ്റംസോ ഈ പറഞ്ഞ സുർബിയാണിയോ ബിരിയാണിയോ കപ്സയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണണം, നമ്മുടെ ചാനലിലൂടെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ തൊട്ടടുത്ത വീഡിയോകളിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ഇങ്ങനെ നല്ല അന്തസ്സായിട്ട് വരണ്ടുണ്ട്, അടിപൊളിയായിട്ട് വരണ്ടുണ്ട് കേട്ടോ. ഇത് അതിങ്ങനെയുണ്ട്. ഇതൊന്നും നമുക്കറിയാൻ പറ്റും. തേങ്ങ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ടു പോകുന്നു കഴിഞ്ഞാൽ ഒരുമാതിരിയൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു സിമ്പിൾ. നമ്മളിത് എത്ര വരട്ടി അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒരുമാതിരി വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. എന്തോരം അത് വരട്ടി ഡ്രൈ ആയിട്ട് നല്ലോണം വരട്ടിയെടുത്ത് ചെയ്യാൻ പറ്റും, അത്രയും ടേസ്റ്റ് കൊടുത്തിട്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തീ കൂടെ കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട്, നമ്മൾ വേവിച്ച് അടിച്ചു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടാണ്. നമുക്കിത് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അതാ നമ്മൾ ബീറ്റ്റൂട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയായിട്ടൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇളക്കി തേങ്ങയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് ഇത് നമ്മൾ നേരത്തെ മറ്റേ വേവിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. ശകല ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് പോകും. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടും വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും നമ്മുടെ തേങ്ങാരപ്പുമായിട്ട് യോജിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാം നല്ലോണം മിക്സായി നല്ല ലൈറ്റ് ഒരു റെഡ് കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, മെയിൻ താരമായ തൈര്, പുളിയില്ലാത്ത തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ചേർക്കാം. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇത് തീ കുറച്ച് വെച്ച് പതിയെ ആക്കി പിടിപ്പിക്കണം. അപ്പോൾ അതാ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ജോലിയോട്ടും കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ പുളി കുറഞ്ഞ തൈരാണ് ഇപ്പോൾ വെച്ചത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി നോക്കിയിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടിയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തൈരിൻ്റെ പുളി നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കട്ടെ. ഇതിനകത്ത് നമ്മളിവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല. നമ്മൾ പുളി കുറഞ്ഞ തൈരാണ് മേടിച്ചിരിക്കുന്നത്. നമ്മൾ ജോലിയോട്ടും കൂടെ കഴിക്കണമുണ്ട്. ബാക്കിയുള്ള ഉപ്പും ഇതൊക്കെ ചേർത്ത് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ബീറ്റ്റൂട്ടിനൊരു ചെറിയ മധുരം ഉണ്ടല്ലോ, പിന്നെ തേങ്ങയും ചേർത്തുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് പിന്നെ എക്സ്ട്രാ മധുരം വേണമെന്ന് തോന്നിയില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ.
ഇപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റായിട്ട് ഈ നമ്മുടെ പച്ചടി എത്തിയിട്ടുണ്ട്. ഇത് ഈ ഒരു കട്ടിയിലാണ്, ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ. അപ്പോൾ അത് അവസാനം നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ബീറ്റ്റൂട്ട് കിച്ചടിയുടെ ബീറ്റ്റൂട്ട് പച്ചടിയുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഇതാ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇരുന്ന് കുറച്ചുകൂടെ ഇത് കുറുകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്കിത് ഓഫ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല സാധനത്തോടെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള എന്ത് ഐറ്റം വെച്ചിട്ടും നമുക്ക് പച്ചടിയും കിച്ചടിയും ചെയ്തെടുക്കുക. കോവക്കയോ പാവക്കയോ ഈ പറഞ്ഞ പോലെ വെണ്ടക്കയോ ബീറ്റ്റൂട്ടോ മാങ്ങയോ എന്താ നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന പോലെ ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്.